നമസ്കാരം. BJP കേന്ദ്രം ഭരിക്കുന്നിടത്തോളം എനിക്ക് പുരുഷനാവാനാണ്. അതെങ്ങനെ പൊളിറ്റിക്സ് ആയിട്ട് ബന്ധപ്പെടാം? വലതുപക്ഷം വലതുപക്ഷം എപ്പോഴും അങ്ങനെയാണ്. വലതുപക്ഷത്തിൻ്റെ ഒരു ചിന്താധാര, വിചാരധാര എപ്പോഴും സ്ത്രീയുടെ രണ്ടാം തരം പൗരത്വത്തിൽ അധിഷ്ഠിതമാണ്. അതത്ര എവിഡന്റ് ആണോ? ആയിക്കോളും. വെയിറ്റ്. നീ ഒരു പെണ്ണാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ ഇല്ലാതിരുന്നെങ്കിൽ ഞാനത് മറന്നു കളഞ്ഞേനെ. ഞാനത് മറന്നുപോയേനെ. എനിക്കത് ഓർമ്മയേ വരില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ മീര ചേച്ചി, അതായത് KR മീര എന്ന ഈ കഥാകാരി ഒട്ടും മടിക്കേണ്ട, ഒരു ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് പുരുഷനായിരിക്കുന്നതായിരിക്കും നല്ലത്. പറയുന്ന അവർക്കെങ്കിലും ബോധ്യമാവണ്ടേ? ആ ചോദ്യം ചോദിക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ ആയിക്കോളും എന്നാണ് അവർ പറയുന്നത്. അതായത് പ്രവചിക്കുകയാണ്, ഭാവിയിലാകുമെന്ന്. എന്താ സംഭവം എന്ന് മനസ്സിലായോ? വലതുപക്ഷം, ഈ വലതുപക്ഷം എന്ന് പറയുമ്പോൾ BJP മാത്രമല്ല കേട്ടോ അവർ പറയുന്നത്. BJP ഉണ്ട്, കോൺഗ്രസ് ഒക്കെ വലതുപക്ഷമാണ്. വലതുപക്ഷം ഒന്നും സ്ത്രീ സമത്വം നടപ്പാക്കുന്നവരല്ല, അത് അവർ ആഗ്രഹിക്കുന്നില്ല. ഇടതുപക്ഷം മാത്രമാണ് ഈ സ്ത്രീ സമത്വം ഉള്ളത്. അതിനാൽ വലതുപക്ഷം ഭരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഇപ്പോൾ BJP ഭരിക്കുമ്പോൾ, സ്ത്രീയായിട്ടിരുന്നിട്ട് കാര്യമില്ല. BJP ഭരിക്കുന്ന കാലത്തോളം തനിക്ക് പുരുഷനായാൽ മതി എന്നാണ് ഈ ആരാചാര്യൻ്റെ കഥാകാരി KR മീര പറയുന്നത്. ഒരുപക്ഷേ നേരത്തെ അവർക്ക് ചില പുരസ്കാരങ്ങൾ, അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ അത്തരം ആടയാഭരണങ്ങളൊന്നും കിട്ടുന്നില്ലായിരിക്കാം, കേന്ദ്ര അവാർഡുകളൊന്നും അവരെ തേടി വരുന്നില്ലായിരിക്കാം. അപ്പോൾ എല്ലാം കൊണ്ടും എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലായി കിടക്കുവാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ പോഴത്തരം വിളിച്ചു പറഞ്ഞത്. നമുക്ക് വർത്തമാനകാലം നോക്കിയാലും ഇനി കഴിഞ്ഞ കാലം നോക്കിയാലും സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവന്ന പാർട്ടികളാണ് കോൺഗ്രസ് ആണെങ്കിലും ശരി, അത് BJP ആണെങ്കിലും ശരി. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ചിലരൊക്കെ പറയും ഇപ്പോൾ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാണ്. നമുക്കറിയാം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു. അത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആവാൻ കാരണം നെഹ്റുവിന് ഒരു മകനില്ലാത്തതുകൊണ്ട്, മകളായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ആയതാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. ശരി, എന്തെങ്കിലും ആയിക്കോട്ടെ, മകനില്ലായിരുന്നു, മകളെ ഉള്ളായിരുന്നു, അങ്ങനെയെങ്കിലും ഒരു പ്രധാനമന്ത്രി ആയല്ലോ. പിന്നീട് അതിനുശേഷം അവർ ഒരു വനിതയെ, പ്രതിഭ പാട്ടീലിനെ പ്രസിഡൻ്റാക്കി. എന്നാൽ ഇനി BJPയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തികം തന്നെ നിയന്ത്രിക്കുന്നത് ഒരു വനിതയാണ്. ഇനി അതെല്ലാം പോട്ടെ, ഇന്ത്യയുടെ ഒന്നാമത്തെ പൗരനാരാണ്? ദ്രൗപദി മുർമു എന്ന വനിതയാണ്. അവിടെ ഇവർക്ക് പറയാനായിട്ട് ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി പോലും ആരോപിക്കാൻ പറ്റാത്ത ഒരു സ്ഥാനമാണത്. സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. ഇനി രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹി ഭരിക്കുന്നവരാണ്, വനിതയാണ്. എത്രയോ സംസ്ഥാനങ്ങളിൽ വനിതാ ഗവർണർമാരെ ഇതിനകം തന്നെ BJP കൊണ്ടുവന്നിട്ടുണ്ട്, മുഖ്യമന്ത്രിമാരെയും കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്നിലധികം. എത്രയോ പതിറ്റാണ്ടിന് മുമ്പ് തന്നെ അവരുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട്, അതായത് സുഷമ സ്വരാജ് ആയിരുന്നു അന്ന് ഡൽഹി സംസ്ഥാന പ്രസിഡൻ്റായിട്ടുണ്ട് BJPയുടെ. പിന്നീട് അവർ മുഖ്യമന്ത്രിയായിട്ടുണ്ട്, അതിനുശേഷം വിദേശകാര്യമന്ത്രിയായിട്ടുണ്ട്. അങ്ങനെ എത്ര സ്ഥാനങ്ങളിൽ BJP സ്ത്രീകളെ കൊണ്ടുവന്നിട്ടുണ്ട്, കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നും അവരുടെ ഹൈക്കമാൻഡിൽ പ്രധാനപ്പെട്ട 2 സ്ഥാനങ്ങൾ 2 സ്ത്രീകളാണ്, സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. BJP നോക്കിക്കഴിഞ്ഞാലും അവരുടെ പാർട്ടിയിലും മന്ത്രിസഭയിലും ഒക്കെ ഒരുപാട് സ്ത്രീ സാന്നിധ്യമുണ്ട്. ഇനി ഇവർ ഈ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഇടതുപക്ഷത്തെ നമുക്ക് നോക്കിയാലോ. കേരളം, ബംഗാൾ, ത്രിപുര 3 സ്ഥലത്തായിട്ട് 20-21 തവണ മുഖ്യമന്ത്രിമാരുണ്ടായി അവർക്ക്, പലതവണയായിട്ട്. ഒരൊറ്റ തവണ പോലും ഒരു സ്ത്രീ മുഖ്യമന്ത്രിയായിട്ടില്ല. മുഖ്യമന്ത്രി ആവുന്നത് പോട്ടെ, സംസ്ഥാന സെക്രട്ടറി പോലും ആയിട്ടില്ല. അവർക്ക് പരമാവധി കിട്ടിയിരിക്കുന്ന വകുപ്പ് എന്നത് ആരോഗ്യ വകുപ്പ് വരെ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അവർക്ക് കൊടുത്തിട്ടില്ല. ഇവിടെ എൻ്റെ ഓർമ്മയിൽ, എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്കും പലർക്കും ഓർമ്മ ഉണ്ടായേക്കാം, കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വോട്ട് പിടിച്ചു, ജയിച്ചു. ഗൗരിയമ്മയെ ആക്കിയില്ല. പകരം മത്സരിക്കാതെ മാറി നിന്ന EK നായനാരിനെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കിയ മുതലുകളായിരുന്നു. അന്ന് KR ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കാൻ എന്തായാലും തടസ്സം? ഒരു തടസ്സവുമില്ലായിരുന്നു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ സ്ത്രീകളെ ഉപയോഗിക്കുകയും എന്നാൽ അവർക്ക് അവസരം കൊടുക്കില്ല, സ്ഥാനം കൊടുക്കില്ല എന്ന് മാത്രമല്ല, പരമാവധി ചവിട്ടി തേക്കുകയും ചെയ്യുന്നൊരു പാർട്ടിയാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷം ആണത്രേ മീരയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്ത്രീ സമത്വമുള്ളത്. വലതുപക്ഷക്കാരൊന്നും പോരാ. അതിനാൽ വലതുപക്ഷം, പ്രത്യേകിച്ച് BJP ഒക്കെ ഭരിക്കുന്ന കാലത്ത് അവർക്ക് പുരുഷനായി ജീവിക്കാനാണ് അത്ര ഇഷ്ടം. പലപ്പോഴും നീ ഒരു സ്ത്രീയാണ് എന്ന് ആരെങ്കിലുമൊക്കെ ഓർമ്മിപ്പിക്കുമ്പോഴാണ് തനിക്ക് സ്ത്രീയാണ് എന്ന ബോധ്യം വരുന്നത് എന്നാണ് പറയുന്നത്. കംപ്ലീറ്റ് എൻജിൻ ഔട്ട് പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും ഇരുന്നുകൊണ്ട് ഈ പിച്ചും പെയ്യൊന്നും പറയത്തില്ല. ഇവർക്കൊക്കെ ഒരു സമയത്ത്, ഒരു കാലത്ത്, ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പ് സമൂഹം ഒരു പ്രത്യേക ഇടവും ഒരു വിലയൊക്കെ കൽപ്പിച്ചിരുന്നു. ഇന്ന് അതൊന്നുമില്ല. ഉള്ള ഒരു വില പോലും ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞ് അവർ തുലച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 4 പേര് അറിയണം, ചർച്ച ചെയ്യണം, ഇതൊക്കെ ആയിരിക്കാം ഉദ്ദേശം. നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു പക്ഷേ ആർക്ക് വേണം അതൊക്കെ? ഇവിടുത്തെ മാപ്രകൾ പോലും എടുക്കില്ല. മറിച്ച് ഇങ്ങനെ BJP ഭരിക്കുന്ന സമയത്ത് എനിക്ക് പുരുഷനായി എന്നൊക്കെ പറഞ്ഞ് ഒരു തമ്പ് കൊടുത്താൽ, ഒരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ 4 പേര് കാണുകയും 4 വിമർശനമെങ്കിലും കിട്ടുമല്ലോ. അത്രയേ ഉള്ളൂ ഉദ്ദേശം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതുപോലുള്ള കള്ള നാണയങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ ഒരുപാട്. ഈ സാഹിത്യകാരന്മാരെന്നും സിനിമാക്കാരെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാവശ്യമില്ലാതെ ഒരു രാഷ്ട്രീയ പ്രസ്താവന നടത്തുമ്പോൾ എന്താണ് അവരതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അവർക്കെങ്കിലും ബോധ്യമാവണം.
നിലവിൽ അവർ പറഞ്ഞത് ആയിട്ടില്ല, പക്ഷേ ആയിക്കോളും ഭാവിയിൽ. ഇവരാര് പ്രവാചകയോ? എന്ത് ഇതിനൊക്കെ പറയേണ്ടത്?